40 വർഷം 550-ലേറെ ചിത്രങ്ങൾ ആ രൂപം സ്ക്രീനിൽ വിതുമ്പിയപ്പോൾ നമുക്കും കണ്ണീരടക്കാൻ കഴിഞ്ഞില്ല. പൊട്ടിച്ചിരികളുടെ മാലപ്പടക്കത്തിന് തിരികൊളുത്തി അദ്ദേഹം നമ്മളെ ചിരിപ്പിച്ചു. അച്ഛനായും ചേട്ടനായും കമിതാവായും ആ വേഷപ്പകർച്ചകൾ മലയാളിയുടെ ഹൃദയത്തിൽ തറച്ചു നിന്നു. മലയാള സിനിമയുടെ മുഖമുദ്രയായി ഇപ്പോഴിതാ നമ്മുടെ സ്വന്തം ആശാനായി ഇന്ദ്രൻസ് നിറഞ്ഞാടുകയാണ്. സിനിമയുടെ പിന്നാമ്പുറങ്ങളിൽ വസ്ത്രങ്ങൾ തുന്നിക്കൊണ്ടിരുന്ന ആ കൈകൾ ഇന്ന് അഭിനയത്തിന്റെ സ്വർണ്ണ ചിറകുകൾ തുന്നിച്ചേർത്ത് മലയാള സിനിമയുടെ നെറുകയിൽ മുത്തമിടുമ്പോൾ ആ തയ്യൽ മെഷീന്റെ ശബ്ദത്തിൽ നിന്ന് കയ്യടികളുടെ ആരവത്തിലേക്കുള്ള ആ ദൂരം അത് അവിശ്വസനീയമാണ്. എത്രയോ വലിയ പുരസ്കാരങ്ങൾ തേടിയെത്തിയിട്ടും ലാളിത്യവും വിനയവും കൈവിടാത്ത ഇന്ദ്രൻസ് കലയിലും ജീവിതത്തിലും നമുക്കൊരു വലിയ പാഠപുസ്തകമാണ്. വസ്ത്രങ്ങൾ തുന്നുന്നതിനേക്കാൾ മനോഹരമായി അദ്ദേഹം ഓരോ കഥാപാത്രങ്ങളെയും തുന്നിച്ചേർക്കുന്നു. മെഗാസ്റ്റാർ മമ്മൂട്ടി ഒരിക്കൽ ഇന്ദ്രൻസിനെ ചേർത്ത് നിർത്തി പറഞ്ഞ വാക്കുകൾ ഇതിന് ഏറ്റവും വലിയ സാക്ഷ്യമാണ്. പണ്ട് ബോഡി ഷെയ്മിംഗ് റോളുകളിൽ അഭിനയിച്ചിരുന്ന ഇന്ദ്രൻസ് ഇന്ന് തന്റെ അഭിനയ മികവിലൂടെ എല്ലാവരെയും ഷെയിം ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ പ്രകടനങ്ങൾ കാണുമ്പോൾ ഞാൻ പലപ്പോഴും അന്തം വിട്ടിരുന്നു പോയിട്ടുണ്ട്. മമ്മൂട്ടിയെ പോലൊരു ഇതിഹാസ നടനെ പോലും അമ്പരപ്പിക്കാൻ കഴിഞ്ഞു എന്നതിലാണ് ഇന്ദ്രൻസിന്റെ യഥാർത്ഥ വിജയം. ഇപ്പോഴിതാ തന്റെ പുത്തൻ ചിത്രം ആശാൻ പുറത്തിറങ്ങിയപ്പോഴും ആ മാജിക്കൽ പെർഫോമർ വീണ്ടും തിളങ്ങുകയാണ്. ഇന്ദ്രൻസിന്റെ മാസ്മരിക പ്രകടനമാണ് ഈ സിനിമയുടെ നട്ടെല്ല്. ആദ്യ പകുതിയിൽ ചിരിയുടെ മാലപ്പടക്കം തീർക്കുന്ന ഇന്ദ്രൻസ് രണ്ടാം പകുതിയിൽ പകർന്നാട്ടത്തിന്റെ മറ്റൊരു തലം തന്നെയാണ് അനുഭവിപ്പിക്കുന്നത്. ഓരോ സിനിമയിലും സ്വയം പുതുക്കുന്ന ഇന്ദ്രൻസിനെ ആശാനിലും നമുക്ക് കാണാൻ സാധിക്കും. പല അടരുള്ള ആ കഥാപാത്രത്തിലേക്ക് തന്റെ ഉടൽ സഞ്ചാരങ്ങളെ ഇത്രത്തോളം കൃത്യമായി ചേർത്ത് വെക്കാൻ ഇന്ദ്രൻസിനല്ലാതെ മറ്റാർക്കാണ് കഴിയുക? അതുകൊണ്ട് ഇതിനെ വെറുമൊരു കരിയർ എന്ന് വിളിക്കരുത്. ഇതൊരു അതിജീവനത്തിന്റെ ചരിത്രമാണ്. തയ്യൽ മെഷീന്റെ സൂചിമുനയിൽ നിന്ന് തുടങ്ങിയ ആ യാത്ര ഇന്ന് മലയാള സിനിമയുടെ നെറുകയിൽ സിംഹാസനമിട്ടിരിക്കുകയാണ്. തമാശക്കാരൻ എന്ന് മുദ്രകുത്തി മാറ്റി നിർത്തിയവർക്ക് മുന്നിൽ തന്റെ പ്രകടനം കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ച മമ്മൂക്കായെ പോലുള്ള ഇതിഹാസങ്ങളെ പോലും അന്തം വിട്ടിരുത്തിയ ഒരേ ഒരു ആശാൻ ഇത് ഇന്ദ്രൻസ് ആണ്. അളന്നു മുറിച്ച വസ്ത്രങ്ങളെക്കാൾ കൃത്യതയോടെ അഭിനയത്തിന്റെ ഓരോ ഭാവങ്ങളെയും ഉടലിൽ തുന്നിച്ചേർത്ത വിസ്മയം. ശരീരത്തിന്റെ അളവുകളല്ല, അഭിനയത്തിന്റെ ആഴമാണ് ഒരു നടന്റെ കരുത്തെന്ന് അദ്ദേഹം ലോകത്തിന് കാട്ടിക്കൊടുത്തു. ആ കണ്ണുകൾ നിറയുമ്പോൾ കേരളം വിതുമ്പുന്നുണ്ടെങ്കിൽ, ആ വാക്കുകൾ ചിരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥതയുടെ മുദ്രയാണ്. കയ്യടികളല്ല, ആദരവാണ് അദ്ദേഹത്തിന് നമ്മൾ നൽകേണ്ടത്. ജനകോടികളുടെ സ്നേഹത്തിൽ പൊതിഞ്ഞ് പുരസ്കാരങ്ങളുടെ തിളക്കത്തിൽ ഇന്ദ്രൻസ് എന്ന പ്രതിഭ ഇനിയും ഇവിടെ നിറഞ്ഞാടും. കാരണം ഇത് വേഷങ്ങൾ മാറുന്ന തയ്യൽക്കാരന്റെ കഥയല്ല, വേഷപ്പകർച്ചകളിലൂടെ വിസ്മയം തീർക്കുന്ന മലയാള സിനിമയുടെ ഒരേയൊരു മാജിക്കൽ പെർഫോമറുടെ വിജയഗാഥയാണ്.